ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിലെത്താനും NDA സഖ്യത്തിന് 400 സീറ്റ് എന്ന ലക്ഷ്യത്തിലെത്താനും ഒരുപോലെ നിർണായകമാണ് അവസാന 3 ഘട്ട തെരഞ്ഞെടുപ്പുകൾ. ഉത്തർപ്രദേശ്, ബംഗാൾ, മഹാരാഷ്ട്ര, ബീഹാർ, പഞ്ചാബ്, ഡൽഹി, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളാണ് ഇരു മുന്നണിക്കും നിർണായകമാകുന്നത്. മേൽപ്പറഞ്ഞ സംസ്ഥാനങ്ങളിൽ ആകെ മൊത്തം 240 ലോക്സഭാ സീറ്റുകൾ. അതുകൊണ്ട് തന്നെയാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 272 സീറ്റിന് ഈ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒരു നിർണായകമാകുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ സംസ്ഥാനങ്ങളിൽ നിന്നും NDA സഖ്യം നേടിയെടുത്തത് 183 സീറ്റായിരുന്നു. ഇതുതന്നെയാണ് ഇന്ത്യ മുന്നണിക്ക് ഈ സംസ്ഥാനങ്ങളിൽ ഏറെ വെല്ലുവിളിയാകുന്നതും. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ വിവിധ നേതാക്കൾ മേൽപ്പറഞ്ഞ സംസ്ഥാനങ്ങളിൽ ചെന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നതും ഈ ലക്ഷ്യം മുന്നിൽ കണ്ടാണ്. അയോധ്യ, G20, CAA എന്നിവയാണ് BJPയുടെ പ്രചരണ വിഷയങ്ങൾ. കൂടാതെ വിവിധ ചാണക്യ തന്ത്രങ്ങളും പ്രചരണത്തിന്റെ ഭാഗമാകുന്നുണ്ട്. BJP വിരുദ്ധ പ്രക്ഷോഭങ്ങളെ കൂട്ടുപിടിച്ചാണ് ഇന്ത്യ മുന്നണിയുടെ പ്രചരണം. ആദ്യം പുറത്തു വന്ന സർവേ റിപ്പോർട്ടുകളെല്ലാം BJPക്ക് അനുകൂലമാണെങ്കിലും പിന്നീട് അത് മാറി മറിയുന്നതോടെ ഇന്ത്യ മുന്നണിക്ക് നേരിയ ആത്മവിശ്വാസവും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2004 ആവർത്തിക്കുമെന്ന പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട് കോൺഗ്രസ്. എന്നാൽ ഇന്ത്യ സഖ്യത്തിന് 230 മുകളിൽ സീറ്റുകൾ ലഭിച്ചാൽ തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ പ്രാദേശിക കക്ഷികൾ മുന്നണിയിൽ ചേരാനും തയ്യാറാകുന്നു. എന്നാൽ മറുകണ്ഠം ചാടുന്ന ആളുകളെ നിരീക്ഷിക്കുന്ന BJP പോലത്തെ ഒരു പാർട്ടിക്കപ്പുറം ഇന്ത്യ മുന്നണിക്ക് ഇത് മറ്റൊരു വെല്ലുവിളി തന്നെയാണ്. പാർട്ടിക്കുള്ളിൽ ഐക്യമില്ലാത്തതാണ് കോൺഗ്രസ് നേരിടുന്ന മറ്റൊരു കാരണം. ബംഗാളിലെ കോൺഗ്രസ് പാർട്ടിയിലും ഭിന്നത ശക്തമാകുന്നു. ദേശീയ അധ്യക്ഷനും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുമായ മല്ലികാർജുന ഖാർഗെയുടെ തൃണമൂൽ കോൺഗ്രസ് അനുകൂല നിലപാടാണ് അതിന് കാരണം. BJPക്കെതിരെ ഒന്നിച്ച ഇന്ത്യ മുന്നണിയിലെ പ്രധാന പാർട്ടിയാണ് മമതയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ്. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മമത മുന്നണി വിട്ടു. അതേസമയം തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം കുറഞ്ഞതിനെ ചുറ്റിപ്പറ്റിയുള്ള ആശങ്കയുണ്ട് ഇരു മുന്നണികൾക്കും. ഇന്ത്യ സഖ്യത്തിന്റെയും NDA സഖ്യത്തിന്റെയും വിജയ സാധ്യതകൾക്ക് ഇത് മറ്റൊരു വെല്ലുവിളി തന്നെയാണ്. ഈ വെല്ലുവിളികളെ അതിജീവിക്കാനാണ് ഇരു മുന്നണികളും മുന്നോട്ട് വെക്കുന്ന പ്രചരണ ആശയങ്ങളെ കൂട്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇരു മുന്നണികളും അധികാരം പിടിക്കാനും ലക്ഷ്യം നിറവേറ്റാനും വിവിധ പ്രചരണ ആയുധങ്ങളെ പുറത്തെടുക്കുമ്പോൾ അത് പൗരമനസ്സിനെ ഏതെല്ലാം രീതിയിൽ സ്വാധീനിച്ചു എന്നത് 2024 തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ വ്യക്തമായേക്കാം. സീഡോസ്, കോഴിക്കോട്.